കുട്ടികളെയും സുഭാഷ് മാത്സ് ക്ലാസ് റൂമിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് വണ്ണിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അടുത്ത ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ 3 ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എടുത്തിട്ടുണ്ട്. സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെത് അടുത്ത ക്ലാസ്സിലോട്ട് കയറി. അപ്പോൾ അത് കാണാനുള്ളവർ അത് കണ്ടിട്ട് വേണം ഇതുവരെ എത്താൻ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ കിട്ടും. പിന്നെ മറ്റൊരു നല്ലൊരു കാര്യം, നിങ്ങൾക്ക് ഒരു പ്രൈസ് തരുന്ന രീതിയിൽ കൂടെയുള്ള ഒരു സംഭവം ഇന്നത്തേനുള്ളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ഫുൾ കാണുക. നമ്മൾ അതിനകത്തൊരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ തരും. ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് തരിക. നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൂടെ ശ്രമിച്ചു. നമ്മുടെ പ്ലസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസി ആയിട്ട് എളുപ്പമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന 10 ചാപ്റ്റർ ഉണ്ട്. സിമ്പിളായിട്ട് 16 ചാപ്റ്റേഴ്സ്. ഈ 10 ചാപ്റ്റേഴ്സിന് ഫുൾ മാർക്സ് നമുക്ക് കിട്ടിയിരിക്കണം. ഏകദേശം 40 മാർക്സ് ഉണ്ടാവും. പിന്നെ ബാക്കി 40-45 ഇടയ്ക്ക് കാണും. നെക്സ്റ്റ് ബാക്കി നമുക്ക് 6 ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. 15 തൊട്ട് മീൻസ് 20 വരെയുള്ള മാർക്സുകൾ ആ 6 ചാപ്റ്ററിൽ നിന്നാണ്. അത് ഇത്തിരിയുടെ ടഫായിട്ടുള്ളതാണ്. അതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിച്ചാൽ ഒരു 4 ചാപ്റ്റർ നമുക്ക് ഇത്തിരിയുടെ ഈസി ഉണ്ട്. പിന്നെ 2 ചാപ്റ്റർ ഫോർമുലാസുകളെ ബേസ് ചെയ്താണ് ഇത്തിരി ടഫ് ഉണ്ട്. മീൻസ് ട്രിഗണോമെട്രി, നമ്മുടെ ഹൊറർ സിനിമ പോലെ ഇത്തിരി ടഫാണ്. ഫോർമുലാസുകളെ ഫുൾ ഓർത്തിരുന്ന് ചെയ്തു പോകുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഏതൊക്കെയാണ് അതിനുള്ളിൽ നിന്നും പഠിക്കേണ്ട ടോപ്പിക്സ് എന്നുള്ളത് വൃത്തിയായിട്ട് പറഞ്ഞു തന്നായിരിക്കും അന്നേരം പഠിപ്പിച്ചു പോകുന്നത്. ഫൈനൽ എക്സാമിന് മുമ്പായിട്ട് അതിനുള്ളിൽ നിന്നും പഠിക്കേണ്ട പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് തന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകാൻ സിമ്പിളായിട്ട് അതൊക്കെയാണ് മാറിക്കൊള്ളും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കയറാം. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേത്, എന്നിട്ട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്തേത്. നമ്മുടെ ക്ലാസ്സുകൾ ഇതേപോലെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അതേപോലെ ഓൺലൈനായിട്ട് പ്ലസ് 1 നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ഡീറ്റെയിൽഡ് ക്ലാസ് ഈ ചാപ്റ്ററിൻ്റെ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെയും കിട്ടിക്കൊണ്ടിരിക്കും. ഫൈനൽ എക്സാം മുമ്പ് വരെ എല്ലാം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നേരത്തെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിവിഷൻ സമയങ്ങളിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പുതിയൊരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ലാസ്റ്റ് വരെ പോകുന്ന ഒരു കൊച്ചു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ടോപ്പിക്കിന്റെ പേര് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കയറി. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. എല്ലാവരും ഒന്ന് വായിച്ചേ. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. സെറ്റ്സിന്റെ ഓപ്പറേഷൻസുകളാണ്. സെറ്റിലെ ഓപ്പറേഷൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് വരെയും അടുത്ത ചാപ്റ്ററിലും പഠിച്ചിരിക്കേണ്ടതിന്റെ സ്റ്റാർട്ടിങ്. നമുക്ക് പല പേരുകളും പല സിംബൽസുകളും ഒക്കെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഓപ്പറേഷൻസുകൾ നമ്മൾ ഇങ്ങനെ മേജറും മൈനറും ഓപ്പറേഷൻ കേട്ടില്ല. അതേപോലെ 2 സെറ്റുകളെ തമ്മിൽ ചേർത്തിട്ട് പുതിയൊരു സെറ്റിനെ ഫോം ചെയ്യാം. അവർ ക്വസ്റ്റ്യൻ 2-3 സെറ്റുകൾ തരും. അവ നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻ നടത്തി ഇങ്ങനെ ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ സിംബലും അതിന്റെ പേരുകളും ഒക്കെ ഒന്ന് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. യൂണിയന്റെ യു പോലെ മണ്ടയ്ക്ക് പോട്ടെ കണ്ടല്ലോ. ഇന്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ്, റാ പോലെ താഴോട്ട്. ഇത് രണ്ടുമാണ് ആദ്യം പഠിക്കുന്ന ഓപ്പറേഷൻസ്, യൂണിയനും ഇന്റർസെക്ഷനും. ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, the union of 2 sets A and B is a set of all elements which are in A or B or in both. എയും ബിയും നമ്മുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സെറ്റാണ് കിട്ടുന്നത്. ആ വലിയ സെറ്റിലെ എലിമെന്റ്സുകൾ എന്ന് പറഞ്ഞാൽ എയിൽ എഴുതാം, അല്ലെങ്കിൽ ബിയിൽ എഴുതാം, അല്ലെങ്കിൽ രണ്ടിടത്തും ഉള്ളത് എഴുതാം. എന്ന് പറഞ്ഞാൽ ഫുൾ എലിമെന്റ്സിനെ എഴുതിക്കണം. എയിലും ബിയിലും കാണുന്ന ഫുൾ എലിമെന്റ്സിനെ കൂടെ ചേർത്ത് കിട്ടുന്ന ഒരു വലിയ സെറ്റാണ് എന്ത്, യൂണിയൻ. ഇപ്പൊ 2 പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിയും തമ്മിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു വലിയ പാർട്ടി ആകത്തില്ലയോ എന്ന് പറഞ്ഞാൽ ആ 2 പാർട്ടി ചേരുമ്പോഴത്തേക്ക് വലിയൊരു മീൻസ് യൂണിയൻ ആവുക. മീൻസ് അവരെ അടിച്ചു പിരിഞ്ഞൊന്നല്ലോ, അവരും ചേർന്ന് ഒരു വലിയ സെറ്റായി മീൻസ് വലിയ പാർട്ടിയായി എന്ന് പറയുന്ന പോലെയാണ് ഇവിടെയും. അല്ലെങ്കിൽ 2 ഫാമിലീസ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും എയിലെയും ബിയിലെയും 2 കുടുംബങ്ങളെയും ബിയും എല്ലാവരും ചേർന്നൊരു വലിയ ഗ്രൂപ്പ്, അതേപോലെയാണ് ഉദ്ദേശിക്കുന്നത് യൂണിയൻ. ദാറ്റ് മീൻസ് നോക്കിക്കേ, അതിന്റെ സെറ്റ് ബിൽഡർ ഫോം നോക്കിക്കേ. എ യൂണിയൻ ബി ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സസ് ദാറ്റ്
എക്സ് എലമെന്റ് ഓഫ് എ ഓർ എക്സ് എലമെന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ എഴുതാൻ പോകുന്ന എക്സുകളെല്ലാം ഒന്നുകിൽ എയിലായിരിക്കും അല്ലെങ്കിൽ ബിയിലായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഫുൾ എലമെന്റ്സിനെ എഴുതിക്കോണം. അതാണ് ഉദ്ദേശിക്കുന്നത്, ഫുൾ എലമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. അതിന്റെ സിമ്പിൾ എല്ലാവരും കണ്ടല്ലോ, റാ പോലെ. The intersection of two sets A and B is a set of all elements which are in A and B, which are in A and Aയിലും Bയിലും രണ്ടിടത്തും ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് എഴുതുന്ന സെറ്റാണ് എന്ത്? ഇന്റർസെക്ഷൻ. അല്ലാതെ ഏതെങ്കിലും ഒരിടത്ത് ഉണ്ടെങ്കിൽ എഴുതുന്നത് യൂണിയനും രണ്ടിടത്തും ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് എഴുതുന്ന സെറ്റാണെന്ത്? ഇന്റർസെക്ഷൻ. എല്ലാവരും എക്സാമ്പിൾ കൂടെ ക്ലിയർ ആവും. അതിന് മുമ്പായിട്ട് എന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് വായിച്ച് A intersection B is a set of all such that X element of A and X element of B. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സ് എയിലും ബിയിലും, ആൻഡ് എന്ന് പറയുന്നതാണ് എയിലും ബിയിലും എന്നാണ്. ആൻഡ് എന്നുള്ളത് രണ്ടിലും വേണമെന്നില്ലയോ, എയിലും ബിയിലും എന്നാണ്. ഇവിടെ അങ്ങനെയല്ല, എയിലോ ബിയിലോ. ഓക്കെ, ഞാൻ രണ്ട് എക്സാമ്പിൾ എഴുതുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലിയർ ആവും. ഓക്കെ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3 4. രണ്ട് സെറ്റുകളെ നമ്മൾ കൺസിഡർ ചെയ്തു. then A യൂണിയൻ B ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഈ രണ്ട് സെറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ കാണുന്ന എല്ലാ ഡിഫറെന്റ് മെമ്പേഴ്സിനെ എടുത്ത് എഴുതുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് സെറ്റിലെയും ഡിഫറെന്റ് ആവുന്ന എല്ലാ മെമ്പേഴ്സിനെയും ഇവിടെ കാണുന്നവരെ അവിടെ കാണുന്നവരെ എല്ലാം ഒരു മെമ്പറിനെ പോലും മിസ് ആവരുതെന്ന് അർത്ഥം. അപ്പൊ എയിലെ മുഴുവൻ പേരെ അങ്ങ് എഴുതി 1 2 3. ബിയിലെ ആരെങ്കിലും എഴുതാനുണ്ടോ നോക്കാം, 3 വന്നിട്ടുണ്ട്. ഇനി ആരുടെ? 4. നോക്കിക്കേ, ഇപ്പോൾ എ യൂണിയൻ ബി എന്നുള്ള സെറ്റിനുള്ളിലുള്ളത് എയിലെയും ബിയിലെ എല്ലാവരും ഉണ്ടല്ലോ. ഒന്നുകിൽ എയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ബിയിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ രണ്ടിടത്തുള്ളവരായിരിക്കും. മുഴുവൻ പേരെ എഴുതണം, ഒരാളെ പോലും മിസ് ആക്കരുത്. ഫുൾ മെമ്പേഴ്സ്, അതാണ് യൂണിയൻ. ഓക്കെ, ഇന്റർസെക്ഷൻ ആകുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എന്നതിന് ശേഷം നിങ്ങൾ നോക്കണം രണ്ടിടത്തും ഉള്ളവരാരുണ്ട്. രണ്ടിടത്തും കാണണം. 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല. ഓക്കെ, 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 3 രണ്ടിടത്തും ഉണ്ട്, അത് എഴുതി. പിന്നെ നോക്കിയപ്പോൾ ആരുമില്ല, അപ്പൊ തീർന്നു. ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ. അപ്പോൾ ഇന്റർസെക്ഷൻ മീനിങ് മനസ്സിലായ? കോമൺ. മറ്റേത് യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല, ഇന്റർസെക്ഷൻ രണ്ടിടത്തും ഉണ്ടായിരിക്കണം. ഇതാണ് യൂണിയനും ഇന്റർസെക്ഷന്റെയും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ അതിനെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതിനെ കുറിച്ച് പ്രോബ്ലംസ് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതങ്ങ് ക്ലിയർ ആവും. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 ഓപ്പറേഷന്റെയും കൂടെ പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിയൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു. മൂന്നാമതൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ്. രണ്ട് സെറ്റ്സുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. അത് നമ്മൾ സാധാരണ നമ്പർ തമ്മിൽ മൈനസ് ചെയ്യുന്ന ഒരു മീനിങ് അല്ല. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട് പുതുതായിട്ട്. അത് നമ്മൾ പഠിച്ചുകൊണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഓപ്പറേഷൻ കൂടിയുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ടു സെറ്റ്സ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ മൈനസ് ബിയും ബി മൈനസ് എയും. തിരിച്ചും മറിച്ചുണ്ട് കേട്ടോ. ഡിഫറൻസ് ആകുമ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്നും എയിലോട്ടും ഉള്ളതുണ്ട്. രണ്ടിന്റെ ഡിഫറൻസ് എന്താണെന്ന് തന്നെ പറയാം. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഡിനോട്ടഡ് എ മൈനസ് ബി. രണ്ട് സെറ്റ്സുകളുടെ ഡിഫറൻസ് എ മൈനസ് ബി പറയുവാണെങ്കിൽ എന്താണ് മീനിങ്? ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് വിച്ച് ആർ ഇൻ എ ആൻഡ് നോട്ട് ഇൻ ബി. എയിലുള്ളതായിരിക്കണം, ബിയിലുള്ളതാവരുത്. അതായിരിക്കണം എ മൈനസ് ബിയിൽ വരേണ്ടത്. അത് നമുക്ക് എക്സാമ്പിൾ എഴുതുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി ക്ലിയർ ആകും. And A minus B can be denoted as set of all x such that x element of A and x not an element of B. നമ്മൾ എഴുതുന്ന എക്സുകളെല്ലാം എയിലുള്ളതായിരിക്കണം, പക്ഷെ അത് ബിയിൽ ഇല്ലാത്തവരും ആയിരിക്കണം. നമ്മൾ എഴുതുന്ന ഒരു മെമ്പർ എയിലുള്ളതായിരിക്കണം, പക്ഷെ അത് എവിടെ ഉണ്ടാവരുത്? ബിയിൽ ഉണ്ടാവരുത്. എന്ന് പറയാൻ എയിൽ മാത്രമുള്ളവർ. അങ്ങനെയാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ. എയിൽ മാത്രം, എയും ബിയും നമ്മൾ നോക്കിയ ശേഷം ഓരോ മെമ്പറേയും എയിലെ നോക്കിയിട്ട് അത് ബിയിലുണ്ടോ നോക്കണം. എയിൽ മാത്രമാണോ? ആൻസർ എഴുതാം. അപ്പൊ ബി മൈനസ് എ ആകുമ്പോൾ എന്തായിരിക്കും? ബിയിൽ മാത്രം, എയിൽ ഉണ്ടാവരുത്. ബിയിൽ മാത്രമായിട്ടുള്ളവരെ എഴുതുന്നതാണ് ബി മൈനസ് എ. ബി മൈനസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് നോട്ട് ആൻ എലിമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലിമെന്റ് ഓഫ് ബി. എയിൽ ഉണ്ടാവരുത്, പക്ഷെ ബിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഡെഫിനേഷൻ അവിടെ കിടക്കട്ടെ. എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചോണം ക്ലിയർ ആവാൻ. നമ്മള് രണ്ട് സെറ്റ്സുകൾ എടുക്കുകയാണ്. എ ഈസ് ഈക്വൽ സെറ്റ് 1 2 3. ഓക്കെ, ബി ഈക്വൽ സെറ്റ് 3 4 5. ഓക്കെ ആണല്ലോ. രണ്ട് സെറ്റ്സുകളെ നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് റൈറ്റ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവരും ഒന്ന് കണ്ടോണം. ഓരോ എയിലെ ഓരോരുത്തരെ നോക്കണം. എ മൈനസ് ബി ആകുമ്പോൾ എയിലെ ഓരോരുത്തരെ നോക്കണം. 1 നോക്കി, അവിടെ ഉണ്ടോ? ഇല്ല, എയിൽ മാത്രം. ഓക്കെ, അത് എഴുതി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രമുള്ളവർ. എയിൽ മാത്രം. 1 എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. 2 എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. പക്ഷെ 3
അത് ബിയിലുണ്ട്. അത് എഴുതരുത്. ഇനി നമുക്ക് ആരും ചെക്ക് ചെയ്യാൻ തീർന്നു. എയിലുള്ളവരെ ബിയുമായിട്ട് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തീർന്നു നോക്കണം. അല്ല ബിയിലുള്ളവരെ പിന്നെ നോക്കണ്ട. എയിൽ ഇപ്പോൾ 1 നോക്കി ഇവിടില്ല എഴുതി, 2 നോക്കിയപ്പോൾ അതും എയിൽ മാത്രമേ ഉള്ളൂ ഇവിടില്ല അത് എഴുതി, 3 നോക്കിയപ്പം അവിടെ ഉണ്ട്, അത് എയിൽ മാത്രമല്ല. അപ്പൊ കഴിഞ്ഞു, ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞു. 3 എലമെന്റ് ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ബി മൈനസ് എ. ബി മൈനസ് എ എഴുതുമ്പോൾ ബിയിൽ നിന്നും എയിലോട്ട് നോക്കണം. 3 ബിയിൽ മാത്രമാണ് നോക്കണം. അല്ല എയിലുണ്ട്, എഴുതരുത്. 4 അത് ഇവിടെ ഇല്ല, ബിയിൽ മാത്രം, അത് എഴുതാം. ബിയിൽ മാത്രമുള്ളവർ. 5 നോക്കിയപ്പോൾ ബിയിലുണ്ട്, ഇവിടെ ഉണ്ടോ ഇല്ലല്ലോ, അപ്പൊ ബിയിൽ മാത്രമാണല്ലോ, അത് എഴുതി. ഓക്കെ, തീർന്നു. ബി മൈനസ് എ. എ മൈനസ് ബിയും ബി മൈനസ് എ എഴുതിയ രീതി മനസ്സിലായല്ലോ. എ മൈനസ് ബി എന്ന് പറയാം എയിലുള്ളവർ മാത്രം, ബി മൈനസ് എ എന്ന് പറയാം ബിയിലുള്ളവർ മാത്രം, അങ്ങനെ. അപ്പോൾ നമ്മൾ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, ഒരു കുഞ്ഞു പ്രോബ്ലം എളുപ്പം കാണിച്ചുകൊണ്ട് നല്ല ക്വസ്റ്റ്യനോട്ട് എളുപ്പം പോകാം. ഓക്കെ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 2 3 5. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു 3 4 7. 2 സെറ്റുകളെ ഞാൻ കൺസിഡർ ചെയ്തു. 3 കൂടി ഒറ്റ സെറ്റ് സ്പീഡിൽ. ഓക്കെ, ഫസ്റ്റിലെ എ യൂണിയൻ ബി, രണ്ടാമത് എ ഇന്റർസെക്ഷൻ ബി, മൂന്നാമത് എ മൈനസ് ബി. നോക്കാം. എ യൂണിയൻ ബി നിങ്ങൾ എഴുതുമ്പോൾ ഇനി ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആൻസർ നമ്മളൊരു പ്രോബ്ലം ചെയ്യാൻ പോവാം. ഈ രീതി കൂടെ ചിന്തിക്കണം. യൂണിയൻ എപ്പോൾ ചോദിച്ചാലും ഈ മീനിങ് പ്രകാരം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകും. എയിലും ബിയിലും അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിങ് നോക്കണം. ഈ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കണേ. എ യൂണിയൻ ബി ചോദിച്ചാൽ യൂണിയനിന് ഇപ്പുറത്ത് കിടക്കുന്ന ഫസ്റ്റ് സെറ്റ് ആരാ? എ. അതങ്ങ് മുഴുവൻ നോക്കി എഴുതണം. 2 3 5. മനസ്സിലാകുന്നുണ്ടോ? എയിലെ മുഴുവൻ നോക്കി എഴുതണം. എന്നിട്ട് ബിയിലെ ഓരോരുത്തരെ നോക്കിയിട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ അയാളെ കൊണ്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യണം. എഴുതാത്തവർ ഇപ്പം 2 3 5 എഴുതി കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ബിയിൽ ഓരോരുത്തരും 3 അത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ അത് എഴുതണ്ട. 4 വന്നിട്ടില്ല അത് എഴുതണം. 7 വന്നിട്ടില്ല അത് എഴുതണം. അപ്പൊ തീർന്നു. ദിസ് ഈസ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും ഡിഫറെന്റ് ആയിട്ട് കാണുന്ന എല്ലാ മെമ്പേഴ്സിനെയും നിങ്ങൾ എഴുതാം. ഡിഫറെന്റ് ആയിട്ടുള്ള മുഴുവൻ എല്ലാവരും നമുക്ക് ഈ 2 സെറ്റ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഇത്. അത് വലിയ സെറ്റ് ആയിരിക്കും യൂണിയൻ. അപ്പോൾ യൂണിയൻ ചോദിച്ചാൽ ഫസ്റ്റ് സെറ്റിനെ നോക്കി എഴുതുക, സെക്കൻഡ് സെറ്റിൽ നിന്നും എഴുതാത്തവരെയും കൂടെ ചേർത്ത് എഴുതുക. തീർന്നു. അങ്ങനെ വേണം പഠിക്കാൻ. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് ദ കോമൺ. നോക്കിക്കാണേ, കോമൺ ആവുന്ന എലിമെന്റ്സുകൾ എല്ലാവരും നോക്കിക്കേ. രണ്ടിടത്തും ഉണ്ടോ നോക്കിക്കേ. 2 രണ്ടിടത്തും ഇല്ല, 3 രണ്ടിടത്തും ഉണ്ട്. ഓക്കെ, പിന്നെ 5 7 ഒന്നുമില്ല, രണ്ടിടത്തൊന്നും ഇല്ല, അപ്പോൾ 3 മാത്രം. അപ്പോൾ ഇന്റർസെക്ഷന്റെ മീനിങ് മനസ്സിലായില്ല. രണ്ടിടത്തും ഉണ്ടെങ്കിൽ മാത്രം. ഞാനൊരു എക്സാമ്പിൾ തന്നെ, ഇവിടെ 3 ഇല്ലായിരുന്നു എന്നൊന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്റർസെക്ഷൻ എഴുതാൻ നോക്കിയപ്പോൾ നോക്കിക്കേ, 2 3 5 4 7. രണ്ടത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ചുമ്മാ അത് നൾ സെറ്റ് ആക്കി ഇട്ടേക്കണം 5. മനസ്സിലായല്ലോ? ഇവിടെ ഇപ്പോൾ 3 ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കോമൺ കിട്ടിയത് 3. അപ്പോൾ ഇന്റർസെക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയി. യൂണിയൻ എഴുതുന്നത് ആദ്യം പഠിച്ചു. ഇന്റർസെക്ഷൻ ഇത്ര സിമ്പിൾ അല്ലയോ? നെക്സ്റ്റ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലെ ഓരോരുത്തരെ നോക്കിയിട്ട് ബിയിലുണ്ടോ നോക്കുക. എയിലെ ആദ്യ ആളെ നോക്കി 2 അത് അവിടെ ഇല്ല അത് എഴുതി. 3 നോക്കിയപ്പോൾ അത് അവിടെ ഉണ്ട്, എഴുതരുത്. എയിൽ മാത്രമല്ല. 5 അതവിടെ ഇല്ല, അപ്പൊ എയിൽ മാത്രം. അപ്പൊ 2 5. ദെൻ ബി മൈനസ് എ. ബി മൈനസ് എ വരുമ്പോൾ ബിയിലെ ഓരോരുത്തരും നമ്മൾ ഇങ്ങനെ കൈ തൊട്ടിട്ട് നോക്കണം. എയിലുണ്ടോ? 3 അതിവിടെ ഉണ്ട്, എഴുതരുത്. 4 അതിവിടെ ഇല്ല, അപ്പൊ ബിയിൽ മാത്രം. 7 അതിവിടെ ഇല്ല, ബിയിൽ മാത്രം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്. കൊച്ചു ക്വസ്റ്റ്യൻ കൊണ്ട് ക്ലിയർ ആയി. നമുക്ക് ഒന്ന് സെറ്റ് ബിൽഡർ ഫോം ഒക്കെ തന്നിട്ട് എക്സാമിന് ചോദിക്കുന്നത്, അങ്ങനെ അങ്ങോട്ട് ചെയ്തുകൊണ്ട് ഇവനെ അങ്ങോട്ട് നമ്മുടെ മനസ്സിലോട്ട് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഓപ്പറേഷൻസ് ബൈ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ നിന്നും നമ്മൾ ഈ ക്വസ്റ്റ്യനെ അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഫസ്റ്റിലേ നമ്മൾ കൺവേർട്ട് ടു റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിലോട്ട് മാറ്റുക, പിന്നെ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് നോക്കിക്കോ. എ യൂണിയൻ ബി വേണം, എ ഇന്റർസെക്ഷൻ ബി വേണം, എ മൈനസ് ബി വേണം, ബി മൈനസ് എ വേണം. എ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചേ. സെറ്റ് ഓഫ് ഓൾ എക്സ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 7. അതെനിക്കറിയാം അല്ലേ? 7ൽ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എ അങ്ങോട്ട് എഴുതി. 1 2 3 4 5 6 7 എഴുതരുത്. ലെസ് ദാൻ 7. ലെസ് ദാൻ കൂടി ഈക്വൽ ടു 7 ആണെങ്കിൽ 7 എഴുതണം. ഓക്കെ, ദെൻ റൈറ്റ് ബി. ബി ഒന്ന് നോക്കി പറഞ്ഞേ. B is a set of all x. X is a prime number less than 10. എപ്പോഴും പ്രൈം എന്നുള്ള വേർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
What are the prime numbers less than 10? Starting from 2. First prime number ആരാണ് 2. Next 3, 5, 7. These are the prime numbers less than 10. മറന്നു പോകരുത്. ഓക്കെ, 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7. അപ്പോൾ എയും ബിയും നമ്മുടെ കിട്ടി. ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു മാർക്ക് ഇവിടെ വീണു. ഓക്കെ, ഒരു മാർക്ക് നോക്കി കിട്ടി. നെക്സ്റ്റ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എഴുതുമ്പോൾ നിങ്ങൾ എയിൽ മുഴുവൻ നോക്കി എഴുതിക്കണം. ഒന്നും സമയം കളയില്ല. 1, 2, 3, 4, 5, 6 അങ്ങ് നോക്കി എഴുതി. എ യൂണിയൻ ബി വെച്ചോ. യൂണിയന്റെ ലെഫ്റ്റിലുള്ള സെറ്റ് ആരാന്ന് നോക്കിക്കോ. മുഴുവൻ അങ്ങ് നോക്കി എഴുതുക. എ ആണോ? മുഴുവൻ നോക്കി എഴുതിയ ശേഷം ബി എന്നുള്ളതിനുള്ളിലെ ഓരോരുത്തരെ നോക്കിയിട്ട് വരാത്തവരുണ്ട് അതുകൂടെ എഴുതണം. ഓക്കെ, വരാത്തവർ നോക്കിക്കേ. 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 7 വന്നിട്ടില്ല. അപ്പൊ അയാളെ നിങ്ങൾ ചേർത്തേക്കണം. തീർന്നു. എ യൂണിയൻ ബി തീർന്നു. ഇങ്ങനെ വേണം യൂണിയൻ എപ്പോഴും നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി. ഇങ്ങനെ വേണം കേട്ടല്ലോ. ഫസ്റ്റ് സെറ്റ് നോക്കി എഴുതുക, സെക്കൻഡ് സെറ്റ് എഴുതാത്തവരെ ചേർത്ത് എഴുതുക. യൂണിയനായി. നെക്സ്റ്റ് എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ മീൻസ് കോമൺ. നോക്കിക്കേ, കോമൺ രണ്ടിടത്തുള്ളവരെ നോക്കിയപ്പോ 2 രണ്ടിടത്തും കാണുന്നുണ്ട് അല്ലയോ? അപ്പൊ അത് എഴുതി. 3 അതുകൊണ്ടല്ലോ, അത് എഴുതി. 4 ഇല്ല. പിന്നെ 5 അത് എഴുതി. പിന്നെ ആരും ഇല്ല. നോക്കിക്കേ, അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി മീൻസ് എ കോമൺ. ഓക്കെ, നെക്സ്റ്റ് എ മൈനസ് ബി. എ മൈനസ് ബി നമ്മൾ നോക്കുമ്പോൾ എയിലെ ഓരോരുത്തരെ നോക്കണം. 1 എടുത്തു, അത് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ എയിൽ മാത്രം അത് എഴുതി. എയിൽ മാത്രമുള്ളവരെ നോക്കി എഴുതുക. 2 നോക്കിയപ്പോൾ അത് അവിടെ ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പൊ എയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല. 3യും അവിടെയുണ്ട്, ഇവിടെ മാത്രമല്ല. അപ്പോൾ 4 അതവിടെ ഇല്ല. അപ്പൊ എയിൽ മാത്രം അത് എഴുതി. 5 അത് അവിടെ ഉണ്ട്, അപ്പൊ എഴുതാൻ പറ്റില്ല. 6 എയിൽ മാത്രം അവിടെ ഇല്ല, അത് എഴുതി. ഇപ്പോൾ എ മൈനസ് ബി എന്നുള്ളതിന്റെ മീനിങ് മനസ്സിലായല്ലോ. ഇനി ഈ ഡിഫറൻസ് ഒക്കെ പല രീതിയിലും പഠിപ്പിക്കും. ഓരോരുത്തരും ഓരോ രീതിയിൽ കൂടി ആയിരിക്കും അത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഓരോ രീതിയിൽ കൂടി ആയിരിക്കും. അപ്പൊ ഞാൻ ഈ രീതിയിൽ കൂടെ പറയുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് തീരുകയും ചെയ്യും, മീനിങ് പ്രകാരം ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബി മൈനസ് എ. ബി മൈനസ് എ ചെയ്യാൻ വരുമ്പോൾ ബിയിലെ ഓരോരുത്തരെയും നോക്കണം. ബിയിലെ ഓരോരുത്തരെയും നോക്കിയിട്ട് അത് എയിലുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കണം. നോക്കിക്കേ, 2 എയിലുണ്ട്, എഴുതാൻ പറ്റത്തില്ല. 3 അതും എയിലുണ്ട്, എഴുതാൻ പറ്റത്തില്ല. 5 അതും എയിലുണ്ട്, എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ബിയിൽ മാത്രമല്ലായിരുന്നു. 7 അത് ഇവിടെ ബിയിൽ മാത്രമാണ്, അത് എഴുതി. അപ്പോൾ ബിയിൽ മാത്രമുള്ളവരെ നോക്കി എഴുതിയപ്പോൾ ആരെ കിട്ടി? 7. അപ്പോൾ 4 രീതിയും 4 പ്രോബ്ലവും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഒരു സെറ്റ് ബിൽഡർ ഫോമിന്റെ ക്വസ്റ്റ്യൻ നിന്നും റോസൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതിനൊരു മാർക്ക്, ബാക്കി ചെയ്യുന്നതിന് 2 മാർക്ക്, അങ്ങനെ 3 മാർക്ക് ആയിരിക്കും. ഇതിന്റെ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരുന്നത്. അത് പഠിക്കണം. ഇത് നമ്മളെല്ലാം പഠിച്ചോണ്ട് പോകും. പക്ഷേ നമ്മുടെ വേറെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റിൽ ഇല്ലാത്തത് പഠിക്കാതെ പോയാൽ അവിടെ ചെന്ന് ആദ്യമായിട്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റണമെന്ന് ഇല്ല. ഓക്കെ, അതൊക്കെ നമ്മൾ കൂടുതൽ ഇതിന്റെ കൂടെ പഠിക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങളെ ഈ എക്സാമിന് എത്തിച്ച് നല്ല രീതിയിൽ കൂടെ +1 അടുത്ത വർഷം ഇംപ്രൂവ്മെന്റ് ഇല്ലാതാക്കാൻ പറ്റുന്ന എല്ലാ ക്ലാസ്സുകളും അതേപോലത്തെ തന്നായിരിക്കും നിങ്ങളെ വിടുന്നത്. നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ആ നമ്പറിൽ കോൾ ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ +1 മാത്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് വൃത്തിയായിട്ട് ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറി ഒന്ന് ക്വസ്റ്റ്യൻ അതേപോലെ വായിച്ചോ. ഫൈൻഡ് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി, ബി മൈനസ് എ ഇഫ് എ ഈക്വൽസ് സെറ്റ് ഓഫ് 4x such that x minus 3 into x minus 2 equals 0. x element of R means real number. ആരെ എടുക്കാം? സെറ്റ് ഓഫ് 4x such that x square minus 4 equals 0. x element of R. ഇങ്ങനെയുള്ള ഇക്വേഷൻ മാതിരിയുള്ള സെറ്റ്സുകൾ തരും കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റിൽ വളരെ കുറവാണ്, പഠിച്ചോണം. എക്സാമിന് ഇങ്ങനെയൊക്കെ തരും. ഇവിടെയൊക്കെ ചിലർക്ക് തെറ്റിപ്പോയിട്ട് പിന്നെ മുഴുവൻ ചെയ്യും. പക്ഷെ തെറ്റിയ എലമെന്റിനെ വെച്ചോണ്ടായിരിക്കും മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു എലമെന്റ് പോലും എയിലോ ബിയിലോ തെറ്റാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എ ആരാണെന്നൊന്ന് നോക്കാം. എ സെറ്റ് ഓഫ് 4x x minus 3 into x minus 2 equals 0. അത് നമ്മുടെ സൈഡിലോട്ട് അങ്ങോട്ട് എഴുതാം. x minus 3 into x minus 2 equals 0 എന്നൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരെയും സെപ്പറേറ്റ്ലി 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഇംപ്ലൈസ് x minus 3 equals 0 or x minus 2 equals 0. ഓക്കെ, അവിടുന്ന് x equal to നമുക്ക് ആരെന്ന് കിട്ടും? -3 അപ്പോൾ +3. അതുപോലെ x equal to +2. അപ്പം x ന്റെ വാല്യൂസ് 3 and 2. ഓക്കെ, then b യെ കുറിച്ച് വായിച്ചപ്പോൾ x square minus 4 equals 0. അപ്പോൾ സൈഡിലോട്ട് പോയി x square minus 4 equals 0. x square equal to -4 അപ്പുറത്ത് വരുമ്പോൾ +4. then taking the square root, that is x equal to root of 4
പ്ലസ് ഓർ മൈനസ് 2. അപ്പൊ നമുക്ക് +2 കിട്ടി -2 കിട്ടി. ഓക്കെ, അപ്പൊ രണ്ടുപേരെയും കിട്ടി, എല്ലാം കിട്ടി. അപ്പൊ നമ്മുടെ എയും ബി എല്ലാം കിട്ടി. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് യൂണിയൻ എല്ലാം അങ്ങോട്ട് എഴുതാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. സ്പീഡാണ് ഇതിനൊക്കെ വേണ്ടത്. അല്ലെ, എനിക്കറിയാം പതുക്കെ ചെയ്യാൻ എന്നല്ല, എനിക്കറിയാം സ്പീഡ് ചെയ്യാൻ എന്ന് പറയണം. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെ മുഴുവൻ പേര് നോക്കി എഴുതി 3 2 ഉണ്ടോ? എയിലെ മുഴുവൻ പേര് നോക്കി എഴുതി. ബിയിൽ ഇനി ആരെങ്കിലും ഉണ്ട് എഴുതാനോട് നോക്ക്. 2 വന്നിട്ടുണ്ട്, -2 വന്നിട്ടുണ്ട് ഇല്ലയോ? അത് എഴുതി. എ യൂണിയൻ ബി തീർന്നു. എയിലെ ബിയിലെ എല്ലാവരും ഒരു തവണയുണ്ട്. അതാണ് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ രണ്ടിടത്തും ആരെ കാണുന്നുണ്ട്? 2. ഓക്കെ, അതാണ് എ ഇന്റർസെക്ഷൻ ബി. ക്ലിയർ ആയി മനസ്സിലായല്ലോ ഇന്റർസെക്ഷൻ. നെക്സ്റ്റ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലെ ഓരോരുത്തരെ നോക്കണം. 3 അവിടെ ഇല്ല. അപ്പൊ എയിൽ മാത്രമാ, അത് എഴുതാം. 2 അത് അവിടെ ഉണ്ട്. അത് എഴുതരുത്. അപ്പോൾ എ മൈനസ് ബി കഴിഞ്ഞു. നെക്സ്റ്റ് ബി മൈനസ് എ. ബി മൈനസ് എ വരുമ്പോൾ ബിയിലെ ഓരോരുത്തരെ നോക്കിയ ശേഷം -2 തൊട്ടിട്ട് നോക്കണം ഇവിടെ ഉണ്ടോ? ഇല്ല. അത് ബിയിൽ മാത്രം. 2 നോക്കിയപ്പോൾ അത് ഇവിടെ ഉണ്ട്, എഴുതാൻ പാടില്ല, തീർന്നു. ഓക്കെ, ഇങ്ങനെ സ്പീഡ്, ആക്യുറസി, കോൺഫിഡൻസ് എല്ലാം കൂടെ ചേരണം. മാത്സ് ആണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ക്വസ്റ്റനും നിങ്ങൾക്ക് വായിച്ച് നോക്കി എഴുതാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യത്തെ കുറേ ക്വസ്റ്റൻ വായിക്കും, കുറേ സമയം പോകും, ലാസ്റ്റത്തെ ക്വസ്റ്റനൊക്കെ സ്പീഡിൽ വായിച്ചെന്ന് പോലും കാണത്തില്ല, നോക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല, ടീച്ചർ പേപ്പർ പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയും, മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഓരോ ക്വസ്റ്റിനും എത്ര ടൈം ഉണ്ടെന്നൊക്കെ ഏകദേശം ഒന്ന് അറിയണം. ഇത്ര മാർക്സ് വന്നാൽ എത്ര ടൈം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ് വേണം നമ്മൾ മാത്സിനെ നമ്മൾ നേരിടാൻ. അതൊക്കെ സിമ്പിളായിരുന്നു നമ്മളിവിടെ പഠിച്ചു തുടങ്ങുമ്പോൾ. നമ്മൾ ആ വേയിൽ എത്തിക്കഴിഞ്ഞാൽ സിമ്പിളാവും, കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ഇന്ന് ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ടു തരികയാണ്. ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് എൻ്റെ വാട്സപ്പിലിടാം. ശരിയായിട്ട് ആൻസർ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് ആൻസർ ചെയ്തു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ തെളിയും. നമ്മുടെ ക്വസ്റ്റ്യൻ റെഡി ആയിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ചു നോക്കി ശ്രദ്ധിച്ച് ആൻസേഴ്സ് മാത്രം മതി. ആൻസർ 3 കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ട്രൈ ചെയ്തു. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഇതിൻ്റെ ആൻസേഴ്സ് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉടൻ തുടങ്ങിക്കോ. അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രൈസ് ഇതിൻ്റെ ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നല്ല നമസ്കാരം.